അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് കണ്ടോ, ഈ ഫ്രൂട്ടിൻ്റെ പേര് ഗാഗ് ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് എന്താണെന്നുള്ള കാര്യം സാറിനോട് തന്നെ ചോദിക്കാം. ഇവിടെ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ഫ്രൂട്ടാണിത്. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇവിടെ സാറിൻ്റെ അടുക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കളക്ഷനുള്ളത്. സാറിനോട് തന്നെ വിശദമായിട്ട് ചോദിക്കാം. ഗാങ് ഫ്രൂട്ട് ഇതൊരു മലേഷ്യൻ പ്രോഡക്റ്റാണ്. ഇത് സ്പെഷ്യലി ക്യാൻസറിന് വേണ്ടി റിസർച്ച് ചെയ്യുന്ന, പല രാജ്യങ്ങളും റിസർച്ച് ചെയ്യുന്ന ഒരു പഴമാണ്. നിങ്ങൾ ഈ പഴം കണ്ടു കാണും. ഇത് വള്ളിയിലാണ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് കുറേ മിനറൽ വൈറ്റമിൻസ് ഉണ്ട്. ഇത് കൂടാതെ ഇത് നല്ല നമ്മൾ കാണുന്ന പോലെ കളറുള്ളതുപോലെ അകത്ത് ഇത് കട്ട് ചെയ്ത് കഴിച്ചാൽ വലിയ മധുരമൊന്നുമില്ല. അവാക്കാഡ് പോലെ ഒരു ഗുണമോ മണമോ ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഒത്തിരി വൈറ്റമിൻ ഇതിനകത്തുണ്ട്. അതുകൂടാതെ ഈ ഗാങ് ഫ്രൂട്ട് ഇതിൻ്റെ ഇല തോരൻ വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതിനകത്ത് കുറേ മിനറൽ വൈറ്റമിൻ സിയും ജിയും എയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇല സാധാരണമായി തോരൻ വെക്കാറുണ്ട്. ഞാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗാങ് ഫ്രൂട്ട് ഇതിൻ്റെ വിത്ത് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് കിലോയ്ക്ക് 3000 രൂപത്താണ് പുറത്ത് ആൾക്കാരിത് വാങ്ങുന്നത്. നിങ്ങൾക്ക് പഴം ഓർഡർ ചെയ്താൽ ഞങ്ങൾ അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സീഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാതെ ജ്യൂസ് അടിച്ച് കുടിക്കാം, അവിയലിനകത്തിടാം, സാമ്പാറിനകത്തിടാം, ചോറ് വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കട്ട് ചെയ്തിടാം. അങ്ങനെ നമുക്ക് ഇതകത്ത് കഴിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് മിനറൽ വൈറ്റമിൻസ് വാങ്ങുന്ന ഭേദം ഈ ഒരു പഴമുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ദിവസം കുടിക്കുമ്പോൾ കഴിച്ചാൽ അത്രയും നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യും. അതാണ് ഈ ഗാങ് ഫ്രൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സർവ്വസാധാരണമായി മിക്ക ലോകരാജ്യങ്ങളും ഇത് കൃഷി ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഗാങ് ഫ്രൂട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലർവാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ, വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടല്ല എൻ്റെ ഇരിക്കുന്നത്. ഇതൊരു മെഡിസിനാണ്. അപ്പോൾ ഇത് എന്താണ് ഈ ഫ്രൂട്ട്, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിവുള്ള ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അദ്ദേഹം ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ പേര് ജോയി എന്നാണ്. ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂർ സെൻറ്റ് ആനിയൻ സ്കൂളിന് തൊട്ടടുത്താണ്. ഞാൻ ഇതിലോട്ട് വരാൻ പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു 18 വർഷം ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളെ നേരിട്ട ഒരാളാണ്. എന്നോടൊരു ആയുർവേദ ഡോക്ടറാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചത്, മഹ്കോട്ട ദേവ്. ഈ മഹ്കോട്ട ദേവ് ഞാൻ ആദ്യമൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് യാതൊരു റിസൾട്ടുമില്ല. അങ്ങനെ പോയൊരു വ്യക്തിയാണ്. എന്നാൽ ഒരു 3-4 പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ മാറ്റമാണ് ഞാനിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷിയിലോട്ട് ആരംഭിച്ചത്. ഇനി നിങ്ങൾ മഹ്കോട്ട ദേവിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു സപ്ലിമെൻ്റാണ്. ഇതിനകത്ത് കുറേ omega-3, omega-6, omega-9, വൈറ്റമിൻ സി, ജി, എ ഇങ്ങനെ കുറേ മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ടുള്ള പാങ്ക്രിയാസിനെ ഇവൻ ചലിപ്പിക്കുകയും അത് കൃത്യമായിട്ട് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡയബറ്റീസിന് വളരെ മാറ്റം വരികയും അത് കൃത്യമായി നമ്മുടെ ബോഡിയിൽ മനസ്സിലാക്കുകയും ചെയ്തത് കൊണ്ടാണ് ഞാനിത് സപ്ലൈ ആരംഭിച്ചത്. വളരെ കൃത്യമായിട്ട് നമുക്കൊരാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡയബറ്റീസിൻ്റെ മെഡിസിൻ അല്ല, സപ്ലിമെൻ്റാണ്. അത് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മളിത് പനി വരുമ്പോൾ ടാബ്ലറ്റ് കഴിച്ച് പെട്ടെന്ന് പനിക്ക് മാറ്റം വരുന്ന പോലെ ആരും ഇതിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഗ്രാജുവലി കഴിച്ച് എൻ്റെ ചെറുകുടൽ, വൻകുടൽ, ആമാശയം, പിത്താശയം, പാങ്ക്രിയാസ്, കിഡ്നി, ലിവർ വഴിയൊക്കെ കിടക്കുന്ന ടോക്സിനെ ഇത് അക്യുമുലേറ്റ് ചെയ്ത് മലം, മൂത്രം, വിയർപ്പ് വഴി പുറത്ത് കളയുകയും അങ്ങനെ ഒരു 6-7-8 മാസം കൊണ്ട് എൻ്റെ ബോഡിക്ക് ഇത് ഡയബറ്റീസിന് കൊള്ളാം, പ്രഷറിന് കൊള്ളാം, കൂടാതെ സെർവിക്കൽ കംപ്ലയിൻറ്റിന് കൊള്ളാം, അലർജിക്ക് കൊള്ളാം, കൂടാതെ ക്രിയാറ്റിന് കൊള്ളാം, കൈകാല് കഴപ്പ്, മുട്ടുവേദന, ഇങ്ങനെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പ്ലസ് ഇപ്പോൾ റിസർച്ച് നടക്കുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രോഡക്റ്റും കൂടിയാണ് മഹ്കോട്ട ദേവ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു ഇന്തോനേഷ്യൻ ഉൽപ്പന്നമാണ്. ഇവിടുത്തെ മണ്ണുമാട്ട് കൾച്ചർ ചെയ്ത് ഇവിടെ പിടിപ്പിച്ച് ഇത് ഞാൻ ചട്ടിയിലും തറയിലും പിടിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്കത് കാണാനും കഴിയും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും
ഡയബറ്റീസോ പ്രഷറോ കൊളസ്ട്രോളോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടുത്തുക. അവർക്ക് ഈ പാക്കറ്റ് ഇത് ഡയബറ്റീസിൻ്റെ ഞങ്ങൾ പാക്കറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചെടിയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചെടി ഈ പാക്കറ്റ് 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു അല്ലി ഇട്ട് തിളപ്പിച്ച് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് നാളുകളായി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കിട്ടിയ എണ്ണയിൽ നാട്ട് ആഹാരത്തിൽ നാട്ട് അല്ലെങ്കിൽ മെഡിസിനിൽ നാട്ട് കിട്ടിയേക്കുന്ന ടോക്സിനെ ഇവൻ അക്യുമുലേറ്റ് ചെയ്ത് പുറത്ത് കളയും. അത് പെട്ടെന്ന് മെഡിസിൻ പോലെ നടത്തത്തില്ല, അത് ഗ്രാജുവലി. എന്നാൽ അത് കഴിച്ച ഒരാൾക്ക് നല്ല സേഫായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് സന്തുഷ്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് വന്നത്. സാർ, ഇപ്പോൾ ഇത് വ്യാവസായികമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യാവസായികമായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം ഇത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗവൺമെൻറ് അംഗീകാരവും കാര്യങ്ങളോടും കൂടി തന്നെ ആണല്ലോ ഇത് നമുക്ക് അവർ പറഞ്ഞേക്കുന്നത്. മക്കോട്ട ദേവയുടെ ബോർഡ് പറഞ്ഞേക്കുന്നത് നമുക്കിത് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഒന്ന് ചെക്ക് ചെയ്യും മരങ്ങളുണ്ടോ, ഇത് വേറെ എവിടെയെങ്കിലും എടുത്തു കൊടുക്കുവാണോ, അത് ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ലൈസൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ നോട്ടീസിലുണ്ട്, സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പം സ്വന്തമായിട്ട് സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഓൺലൈനുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം, നമ്പറും ഒക്കെ കൊടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടേച്ചാൽ അപ്പം നമ്മൾ വീട്ടിലും ഇതുപോലെ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടെയായിട്ടാ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്നത്? കോട്ടയത്ത് 14 മൈൽ. അപ്പോൾ അവിടെ നിന്ന് പ്ലാന്റേഷനായിട്ട് അവിടെ നിന്ന് വേറെ ആളുകളൊക്കെ ഇങ്ങനെ അവിടെ 10-25 പേര് സ്റ്റാഫുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ വിൽപ്പനയൊന്നുമില്ല. അവിടെ നമ്മൾ അവിടെ അകത്ത് കയറ്റത്തുമില്ല. കാര്യം ഒരു സീക്രട്ടാണ്. അത് നമ്മൾ സീക്രട്ട് ട്രേഡായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ തൈന് വന്ന് കൊണ്ടുപോകും. അവിടെ നിന്ന് ആ തൈ ഇവിടെ വരുന്നത്. വേറെ ഗാർഡനിലോട്ടും ഒക്കെ അവിടെ നിന്ന് തൈ കൊടുക്കും. നമ്മൾ ആദ്യമേ മക്കോട്ട ദേവൻ്റെ ഉണങ്ങിയ പാക്കറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളായിരുന്നു. പക്ഷേ ആൾക്കാർ ചോദിച്ചു തുടങ്ങി ഇതിൻ്റെ തൈ കിട്ടുമോ. അങ്ങനെയാണ് നമ്മൾ തൈയുടെ സിസ്റ്റത്തിലോട്ട് വന്നത്. ഇത് മക്കോട്ട ദേവ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇത് പുഴു ആകി ഇതിൻ്റെ വെള്ളം കിട്ടാതെ വാടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പിന്മാറിപ്പോയി. പക്ഷേ നമ്മൾ ഇതിനകത്തുള്ള റിസൾട്ട് എന്ത് ത്യാഗം സഹിച്ചാൽ ഈ പച്ചയായിട്ട് നിർത്തിയേക്കുന്നറിയോ. ഇത് ഉണക്കമുള്ള കാലമാണ്. പക്ഷേ നമ്മുടെ പ്ലാന്റിനകത്ത് നല്ല ഇലയും ഇപ്പം കണ്ടോ പൂ വന്നു പച്ച മാറാതെ ചെയ്യുക. എന്നാൽ എല്ലാ പ്ലാന്റും ഇങ്ങനെയല്ല. ചില പ്ലാന്റ് പോയാൽ നമുക്ക് സങ്കടം തോന്നും. അപ്പോൾ നമ്മളതിങ്ങനെ കൃത്യമായിട്ട് വെച്ചേക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കൃത്രിമ വളവും ചേർത്തിട്ടില്ല. ഉള്ളി ചാണകപ്പൊടി. ദാഹത്ത് കഴിക്കേണ്ടി ആയതുകൊണ്ട് ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മക്കോട്ട ദേവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി. നമ്മുടെ ചാനലിൽ ഒരുപാട് തിരക്കുള്ള ആളാണ്. എന്നാൽ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.